ശ്രീ പിണറായി വിജയൻ ഇന്ന് രാവിലെ കണ്ണൂരിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ 0 മാർക്കാണ് നൽകാൻ പോകുന്നത്. അർദ്ധസത്യങ്ങളും അവാസ്തവങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും പാർട്ടി നേതാക്കൾക്കുമാണ്. അല്ലാണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രോഗ്രസും ഉണ്ടായിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പോൾ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്ന നാടകം. ഇതൊരു വെറും നാടകമാണ്. തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആർക്കും മറുപടി പറയാൻ കഴിയത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം ഈ കള്ള പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രസ് കാർഡിന് കേരളത്തിലെ ജനങ്ങൾ കടലാസിന്റെ വില പോലും നൽകില്ല. ഇതിനകത്ത് അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു കാര്യവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ ഈ ലൈഫ് പദ്ധതിയിൽ തന്നെ പകുതി പൂർത്തിയാകാത്ത വീടുകളാണ് കൂടുതലും. അതിന് പ്രധാനപ്പെട്ട കാരണം 4 ലക്ഷം രൂപയാണ് ഈ വീടിനുള്ളത്. ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആൾ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീടും ഇപ്പൊ കേരളത്തിൽ വെക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ചൂരൽമലയിലെ സംഭവം പറഞ്ഞു. ഈ വീട്ടിൽ എന്നവർക്ക് പാർക്കാൻ കഴിയുമെന്ന് പോലും പറയുന്നില്ല. അതിന് വിഷു കഴിയട്ടെന്നാണ് പറയുന്നത്. അപ്പൊ പൂർത്തിയാക്കപ്പെട്ട 178 വീടുകളെ പറ്റി പറയുന്നത് വിഷു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ താമസിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വിശ്വസിക്കില്ല. വാസ്തവത്തിൽ ഈ പ്രോഗ്രസ് കാർഡിനകത്ത് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവരെ പറ്റി ഒരു വാക്ക് ഇതിനകത്ത് പറയുന്നില്ല, മാനിഫെസ്റ്റോയിലും പറയുന്നില്ല. ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അതാണ്. ശബരിമല എന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന വൻ കൊള്ള, സ്വർണ്ണക്കൊള്ള, ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ മുഴുവൻ പ്രതികളെയും ഞങ്ങൾ അഴിയണ്ണിക്കും, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, അവർക്ക് കനത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന നടപടി ഞങ്ങൾ സ്വീകരിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. മാനിഫെസ്റ്റോയിൽ അത് പറഞ്ഞില്ല, പ്രോഗ്രസ് റിപ്പോർട്ട് അത് പറഞ്ഞില്ല, പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞില്ല. എന്താണ് ശബരിമലയുമായിട്ടുള്ള CPMന്റെ നിലപാട്? യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ച നിലപാട് അവ്യക്തമാണ്. സ്വർണം കൊള്ളയടിച്ച ആളുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ 2 അഭിപ്രായമാണ്. പാർട്ടി നേതൃത്വം എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതിന് ഇപ്പോഴും മറുപടിയില്ല. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രകടന പത്രികയിലോ അതോടൊപ്പം തന്നെ പ്രോഗ്രസ് കാർഡിലോ മുഖ്യമന്ത്രി ഒന്നും പറയാതിരിക്കുന്നത് ഭക്തജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണ്. ശബരിമല ഭക്തന്മാരോടുള്ള കടുത്ത വഞ്ചനയാണ് മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത്. അതേപോലെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിരവധി 1978 മുതൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 82 മുതൽ ഞാൻ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഒരു മുന്നണി ആ മുന്നണിയുടെ പ്രകടന പത്രിക തിരുത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രകടന പത്രിക തിരുത്തുകയാണ്. അതും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്, കണ്ണൂർ
തുടങ്ങിയിട്ടുള്ള മലയോര മേഖലകളിലെ കർഷകർക്ക് ഇരുട്ടടിയാണ് മാനിഫെസ്റ്റോയിൽ ഇടതുപക്ഷം നൽകിയത്. വനത്തിന്റെ ബഫർ സോൺ തീരുമാനിച്ച് ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള 3 പാരഗ്രാഫ് ഇപ്പോൾ മുഖ്യമന്ത്രി തിരുത്തുകയാണ്. ഇത് കർഷകരോടുള്ള വലിയ ദ്രോഹമല്ലേ? തമിഴ്നാട് ഗവൺമെന്റ് എന്താ ചെയ്തിരിക്കുന്നത്? 0 ബഫർ സോണാണ്. എന്ന് വെച്ചാൽ വനാതിർത്തിയാണ് അവരെ എടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ മാനിഫെസ്റ്റോയിൽ CPM പറഞ്ഞത് എന്താണ്? അവർ പറയുന്നത് ഞങ്ങൾ വനാതിർത്തിയിൽ ഒരു ബഫർ സോൺ ഉണ്ടാക്കും, എന്നിട്ട് കർശന നടപടികൾ സ്വീകരിക്കും. വനത്തിന്റെ സംരക്ഷണത്തിന്, പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് മുഖ്യമന്ത്രിയാണ് ഈ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തത്. അപ്പൊ അതൊന്നും ഒരു തവണ പോലും വായിച്ചു നോക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതിന് ഇതിനൊക്കെ വലിയ ഉദാഹരണമുണ്ടോ? സാധാരണ മുഖ്യമന്ത്രി ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗം വായിക്കുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാൻ വന്നാൽ കോന്നി പറഞ്ഞുകൊണ്ടിരിക്കും. PR ടീം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയേണ്ടി വരും. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗം മാത്രം വായിക്കുന്ന മുഖ്യമന്ത്രി ഇത് ഒരു തവണയെങ്കിലും ആ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തതൊന്ന് വായിക്കാമായിരുന്നു. വായിക്കാതിരുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പൊ തിരുത്തേണ്ടി വന്നത്. മലയോര മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന മാനിഫെസ്റ്റോയാണ് ഇടതുപക്ഷം പുറത്തിറക്കിയത്. വൈകി വന്ന വിവേകമാണിത്, ഇതിന്റെ വഞ്ചനയാണിത്. ഇവിടെ ഇതേ നിലപാടായിരുന്നു ഇതേ നിലപാടാണ് നേരത്തെയും ഇവർ സ്വീകരിച്ചത്. നിയമസഭയിൽ ഇവർ സ്വീകരിച്ച നിലപാട് ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചു, തമിഴ്നാട് ഗവൺമെന്റ് 0 ബഫർ സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവര് പറഞ്ഞ വനാതിർത്തിയിൽ നിന്ന് ഞങ്ങൾ ബഫർ സോൺ കണ്ടെത്തുവാനാണ് പറഞ്ഞത്. അതേ നിലപാടാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. അന്ന് ഞങ്ങൾ നിയമസഭയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് അത് മാറ്റുന്നതിനെ സംബന്ധിച്ച് ആലോചന ഉണ്ടായത്. കേന്ദ്ര ഗവൺമെന്റിന് 0 ബഫർ സോൺ എന്ന് പറയുന്നതിന് പകരം വനാതിർത്തിയുമായി ബന്ധപ്പെട്ട് പുതിയ ബഫർ സോൺ ഉണ്ടാക്കും എന്നിവർ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ ഈ കലാപ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അത് കേന്ദ്രം അംഗീകരിച്ചാൽ പത്തനംതിട്ട ജില്ലയുടെ വലിയൊരു ഭാഗങ്ങൾ, ഇടുക്കിയിൽ, വയനാട്ടിൽ, കണ്ണൂരിൽ, ഈ പ്രദേശങ്ങളിലൊക്കെ കർഷകർക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം മദ്രാസ് മെയിലിൽ യാത്ര ചെയ്യുമ്പോഴാണ് ശ്രീ തോമസ് ഐസക്കിന്, അദ്ദേഹം കുറേ എന്തൊക്കെയോ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത്, ഞാൻ മാനിഫെസ്റ്റോ തയ്യാറാക്കാമെന്ന്. ഇപ്പം എനിക്ക് പിടികിട്ടി, പിണറായിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഐസക്ക് തയ്യാറാക്കിയ സാധനമാണത്. അത് പിണറായി വായിച്ചുമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാനിത് തയ്യാറാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പം ഈ സാധനം ഈ പുലി വായിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ പറയുക, എത്ര ലാഘവത്തോടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാനിഫെസ്റ്റോ ഒന്ന് വായിച്ചു പോലും നോക്കാതെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്ര അപമാനകരമായ സംഭവമാണ്. എന്നിട്ട് പ്രതിഷേധം ഉയർന്നു. ഇത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിയമസഭയിൽ അവരുടെ നിലപാട് ഇതായിരുന്നു. അന്ന് ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് നിലപാട് തിരുത്താൻ തയ്യാറായത്. കേന്ദ്രം ബഫർ സോൺ തീരുമാനിക്കാനായി വന്നപ്പോഴാണല്ലോ ഇവിടൊക്കെ ഈ പത്തനംതിട്ട ജില്ലയുടെ പല മേഖലകളിലും പ്രശ്നമുണ്ടായി, ഇടുക്കിയിൽ പ്രശ്നമുണ്ടായി, അങ്ങനെ പല സ്ഥലത്തും പ്രശ്നമുണ്ടായത് അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴിത് തിരുത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതാണ് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കൽ എന്നുള്ളത്. കാരണം ഇവർ നേരത്തെ എടുത്ത നിലപാട് ഇത് തന്നെയായിരുന്നു. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് കാർഷിക മേഖല, കർഷകരെ, കുടിയേറ്റ കർഷകർക്കെതിരായിട്ടുള്ള നിലപാടാണ് അന്നും ഇന്നും എന്നും CPM-നുള്ളത്. അതാണ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത്. എന്നിട്ട് മാനിഫെസ്റ്റോ തിരുത്തുന്നു എന്ന് പറയുന്ന ആരെ കബളിപ്പിക്കാനാണ്? അപ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കാനാണ്. ഒരാളും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ അതിരൂക്ഷമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. ഇവർ പറഞ്ഞതുപോലെ ആർക്കും ഇവിടെ തൊഴിൽ കിട്ടിയിട്ടില്ല. പിൻവാതിലൂടെ 2 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവിടെ റിക്രൂട്ട്മെന്റ് പോലും നടക്കുന്നില്ല. KSRTCയിൽ എത്ര കാലമായി
റിക്രൂട്ട്മെന്റ് നടന്നിട്ട്? അവർ പറയട്ടെ, എത്ര കാലമായി KSRTCയിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ റിട്ടയർ ചെയ്ത് പോയിട്ട് വല്ല റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? എത്ര കാലമായി? PSCയിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും നിയമനം കിട്ടുന്നില്ല. ഇതാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അഭ്യസ്തവിധരായ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാത്ത, പഠനത്തിലുള്ള സൗകര്യമില്ലാത്ത, അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പോയി പഠിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. കേരള ജനത ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. LDFന്റെ നയം അതായിരുന്നല്ലോ. നിയമസഭയിൽ ഈ നിലപാട് സ്വീകരിച്ച് കേന്ദ്രത്തിന് അവർ കത്തയച്ചതാണ്. നിങ്ങൾക്ക് അതിൽ കാര്യം മനസ്സിലായല്ലോ. വനാതിർത്തിയിൽ നിന്ന് ബഫർ സോൺ കണ്ടെത്തുക. അപ്പൊ ഓൾറെഡി കേന്ദ്രം ഗവൺമെന്റുകൾ വനം സംരക്ഷണത്തിന്റെ പേരിൽ കർഷകരെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മുടെ പത്തനംതിട്ടയിലെ പല റാന്നി മേഖലകളിൽ, അല്ലേ, റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവിടെയെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അന്ന് ആ പ്രശ്നം ഉണ്ടായപ്പോഴാണ് നിയമസഭയിൽ പിന്നെ ഇത് മാറ്റിയത്. അപ്പൊ ഇപ്പൊ പ്രകടന പത്രികയിൽ അത് എഴുതി വെച്ച അതിന്റെ അർത്ഥം എന്താ? അവരുടെ നയം അതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ അപകടമുണ്ട് എന്ന് ആരോ പറഞ്ഞപ്പോഴാണ് ഇത് തിരുത്തിയത്. അത് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് ഒരു തവണയെങ്കിലും ആ പ്രകടന പത്രിക ഒന്ന് വായിച്ചു നോക്കാമായിരുന്നു. അതിൽ എഴുതി കൊടുത്ത ബുള്ളറ്റ് പോയിന്റ് മാത്രം വായിച്ചിട്ട്